ഹലോ ഫ്രണ്ട്സ്, arcreative ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഒരു DIY വീഡിയോ ആണ്, അതായത് ഡു ഇറ്റ് യുവർ സെൽഫ് വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും മിനി ഫാൻ കണ്ടിട്ടുണ്ടാവും. അത് നമുക്ക് തന്നെ എന്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്തുകൂടാന്ന് ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും. നമുക്കതൊന്ന് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്താലോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് നമുക്കിതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് മിനി മോട്ടർ, ഒരു CD, ഒരു പൈപ്പ് കഷ്ണം, പിന്നെ ഒരു ബാറ്ററി. ഈ കോർക്ക് നമുക്ക് കട്ട് ചെയ്ത് മിനി മോട്ടറിൻ്റെ ആ ഫ്രണ്ടിൽ ഇടാൻ പാകത്തിനാക്കാം. അതിനൊരു ഹോൾ ഇടാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിപ്പോൾ കത്രി വെച്ചാണ് ഇടണത്. ഇതിൻ്റെ ഫ്രണ്ടിൽ കണക്ട് ചെയ്യാൻ പാകത്തിന് നമുക്കൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം. ടൈറ്റായിട്ടിരിക്കാൻ പാകത്തിന് ഹോൾ ഇടണം. അതുകൊണ്ട് തീരെ ചെറുതിട്ടാൽ മതി. എന്നിട്ട് നമുക്കത് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് CD-യിലേക്ക് തന്നെ കണക്ട് ചെയ്യാം. CD ആണ് നമ്മൾ ലീഫായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് CD നമുക്ക് കട്ട് ചെയ്തെടുക്കണം ലീഫായിട്ട്. അതിനായിട്ട് നമുക്ക് കത്രി വെച്ച് അത് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്യാൻ പോണ ഡിസൈനിൽ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം കാറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഡിസൈനാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ചെറിയൊരു കർവൊക്കെ ഇട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ CD രണ്ടായിട്ട് പൊളിച്ചെടുക്കാം. നമുക്കടുത്ത് ചെയ്യേണ്ടത് ആ കോർക്ക് നമ്മുടെ ആ ലീഫിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കുറച്ച് ഫെവിക്വിക്ക് യൂസ് ചെയ്താണ്ടെങ്കിൽ അത് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും. നമുക്ക് ഫെവിക്വിക്ക് യൂസ് ചെയ്തിട്ട് അത് ഒട്ടിക്കാം. അല്ലെങ്കിൽ അവിടെ ഹോട്ട് ഗ്ലോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഒട്ടണം വേറെ എന്തെങ്കിലും. പക്ഷേ അത് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്താൽ നിങ്ങളുടെ ഇഷ്ടം. ഞാനിവിടെ യൂസ് ചെയ്യണ ഫെവിക്വിക്കാണ്. നമ്മുടെ ഈ പാർട്ടാണ് നമ്മുടെ ലീഫായിട്ട് യൂസ് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മുടെ മോട്ടറിൻ്റെ ഫ്രണ്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. സൂക്ഷിച്ച് കറക്റ്റ് സെൻറ്ററിൽ ഒട്ടിക്കണം. ഇല്ലെങ്കിൽ ലീഫ് ചിലപ്പോൾ കറങ്ങാൻ നേരത്ത് ഡയറക്ഷൻ ചേഞ്ച് ആയിട്ട് കറങ്ങാൻ സാധ്യതയുണ്ട്. കറക്റ്റായിട്ട് ഒട്ടിക്കണം സെൻറ്ററിൽ തന്നെ. അടുത്തായിട്ട് നമുക്ക് മറ്റേ പൈപ്പ് കഷ്ണം നമുക്ക് ആ CD-യിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ഫെവിക്വിക്ക് തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ഫെവിക്വിക്ക് തേച്ചിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ട് അത് ഒട്ടിക്കണം. നമുക്കത് CD-യുടെ സെൻറ്ററിലായിട്ടത് വെച്ചു കൊടുക്കാം. അത് ഓക്കെ ഉണ്ട്. ഇനി നമുക്ക് മിനി മോട്ടറിലേക്കുള്ള കണക്ഷൻ കൊടുക്കാം.
നമുക്കത് സോൾഡർ ചെയ്യാം. പക്ഷേ കറണ്ട് ഇല്ല കേട്ടോ. സോൾഡറിങ് അയൺ ഉണ്ടെങ്കിൽ നിങ്ങളത് സോൾഡർ ചെയ്താൽ മതി. ഞാനിപ്പോൾ അത് ജസ്റ്റ് അപ്പോൾ ഇത് വെച്ച് തന്നെ കണക്ട് ചെയ്യാൻ പോവാണ്. ആ ഹോളിലേക്ക് ഇത് വെച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ സോൾഡറിങ് അയൺ ഉണ്ടെങ്കിൽ സോൾഡറിങ് അയൺ വെച്ച് ചെയ്യുക. അപ്പോൾ ഇത്തിരി കൂടി സേഫ് ആയിരിക്കും. ഇനി നമുക്ക് ആ കോർക്ക് മറ്റേ മിനി മോട്ടറിൻ്റെ ഫ്രണ്ടിലേക്ക് ഇത് ചെയ്ത് കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് കയറ്റി കൊടുക്കണം. അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മോട്ടർ നമുക്ക് ആ പൈപ്പിൻ്റെ മുകളിലായിട്ട് ഫിറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഫെവിക്വിക്ക് യൂസ് ചെയ്ത് അതിൻ്റെ മുകളൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. നമുക്കിനി ആ മിനി മോട്ടർ എടുത്ത് മുകളിലങ്ങ് ഫിറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ഉണ്ട്, അത് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി എടുത്തിട്ട് ഇതിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഒരു റീചാർജബിൾ ബാറ്ററി പഴയത് വിട്ടിരുന്നാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഏത് ബാറ്ററി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ഇത് 2000 mAh ബാറ്ററിയാണ്. അപ്പോൾ അതിനനുസരിച്ച് പവർ ഉണ്ടാവും. നിങ്ങൾക്കിത് ബാറ്ററിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് മറ്റേ മൊബൈൽ ചാർജർ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ USB കണക്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ആ മോട്ടറിൻ്റെ ഇതിൽ നിന്ന് USB കണക്ട് ചെയ്ത് അത് USB ഫാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു സ്റ്റാൻഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചേക്കണേ. അപ്പോൾ ഈ ബാറ്ററി കണക്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇത് വർക്ക് ചെയ്യിക്കാൻ പോണേ. ഞാനിത്തിരി ഫെവിക്വിക്ക് എടുത്തിട്ട് ആ ബാറ്ററിയിൽ ഒട്ടിച്ചിട്ട് അത് മറ്റേ പൈപ്പിനോട് ചേർത്ത് ഒട്ടിക്കുകയാണ്. അപ്പോൾ അത് അവിടെ ഇരുന്നോളും പെർമനൻ്റ് ആയിട്ട്, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഫാൻ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ആ വയറൊന്ന് നമ്മുടെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാന്നുള്ള സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് കണക്ട് ചെയ്യാവുന്നുള്ളൂ. ഞാനിപ്പോൾ സ്വിച്ച് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല പവറുണ്ട്. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ബാറ്ററി അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പവർ ഔട്ട്പുട്ട് കിട്ടണേ. അപ്പോൾ അതനുസരിച്ച് നല്ല ബാറ്ററി യൂസ് ചെയ്യുക അല്ലെങ്കിൽ അഡാപ്റ്റർ യൂസ് ചെയ്യുക. നല്ല കാറ്റുണ്ട്, നല്ല അത്യാവശ്യം കാറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്.